Hello guys, welcome to Answers Views. ഇന്ന് നമ്മളുടെ പോക്കോ M2 എന്നുള്ള ഫോണിൻ്റെ ഫുൾ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഏകദേശം 10 ദിവസത്തിൽ കൂടുതൽ ഈ പോക്കോ M2 എന്നുള്ള ഫോൺ ഉപയോഗിച്ചു. അപ്പോൾ എനിക്ക് ഇതിൽ അനുഭവപ്പെട്ട ഇതിൻ്റെ മെച്ചങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ പോരായ്മകൾ, അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു കൺക്ലൂഷൻ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ റിവ്യൂ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ പറയാനുള്ള ഒന്നാമത്തെ മെച്ചം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ചാണ്. ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ ഫുൾ HD+ റെസൊല്യൂഷനാണ് വരുന്നത്. മാത്രമല്ല ഇതിൽ വൈഡ് വൈൻ L1 സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലാണ് ഈ ഒരു പ്രൈസിങ്, ഏകദേശം 11,000 ആ റേഞ്ചിലൊക്കെ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് എന്തെന്ന് വെച്ചാൽ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. അവിടെയാണ് ഷവോമി അല്ലെങ്കിൽ പോക്കോ ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയും കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. ഇതാണ് ഇതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേയെക്കാളും ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ കോസ്റ്റ് കൂടുമെന്നുള്ളത്. എന്നിട്ട് പോലും ഷവോമി അത് ഉൾപ്പെടുത്തി എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫുൾ HD+ റെസൊല്യൂഷനിലേക്ക് വരുമ്പോൾ എന്താണ് മെച്ചം എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഫുൾ HD+ റെസൊല്യൂഷൻ ആ ഒരു ക്വാളിറ്റിയിലൊക്കെ വീഡിയോ കാണുമ്പോൾ കുറച്ചൊരു ഷാർപ്പ്നെസ് ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേക്ക് ഉണ്ടായിരിക്കും. അതുമാത്രമല്ല നമ്മൾ ചെറിയ ടെക്സ്റ്റ്, അതുപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള പിക്ചേഴ്സ്, ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ തോന്നുന്നത് ഫുൾ HD+ റെസൊല്യൂഷൻ ആയിരിക്കും. ഇതൊരു ഹെവി മാറ്റമാണോ എന്നൊന്നും ചോദിച്ചാൽ അത്ര മാറ്റമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമാണ് ഇത് അറിയാൻ സാധിക്കുക. എന്നിരുന്നാൽ പോലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD+ റെസൊല്യൂഷൻ വന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല ഈ പോക്കോ M2 എന്നുള്ള ഫോൺ വൈഡ് വൈൻ L1 സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് HD കണ്ടൻറ്റൊക്കെ ഓൺലൈൻ സ്ട്രീമിംഗ് വെബ്സൈറ്റുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ചില ഫോണുകളൊക്കെ വെറുതെ L1 കാണിക്കും, പക്ഷേ നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ HD കണ്ടന്റ് ഒന്നും കിട്ടില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഞാൻ ആമസോൺ പ്രൈം വീഡിയോയിൽ ചെക്ക് ചെയ്തു. വളരെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഒന്നാമതായിട്ട് ഈ ഫോണിൽ കാണുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഇതിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നൊരു ഫോണാണ്. ഏകദേശം ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന റിയൽമി നാർസോ 20 എന്നുള്ള ഫോണായിട്ട് നമ്മളൊരു സ്പീഡ് ടെസ്റ്റ് കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ ഞാനത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് ക്ലിയർ ആയിട്ടൊരു കാര്യം മനസ്സിലായിരുന്നു. കുറച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്തത് പോക്കോ M2 എന്നായിരുന്നു. അതായത് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ഈ പ്രൈസ് റേഞ്ചിൽ പെർഫോം ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണ് പോക്കോ M2 എന്നുള്ളതാണ്. അത്യാവശ്യം ഗെയിമിങ്ങിനൊക്കെ നല്ല രീതിയിൽ പറ്റുന്ന ഒരു ഫോണാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഗെയിമിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ PES 2021 എന്നുള്ള ഗെയിം ഇതിൽ ട്രൈ ചെയ്തു. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഇത് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏകദേശം 40 ഫ്രെയിം പെർ സെക്കൻഡ് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഒരു 30 റേഞ്ചിലൊക്കെ ഫ്രെയിം ഡ്രോപ്പ് ആവുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വളരെ നല്ല രീതിയിൽ പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹൈ ഗ്രാഫിക്സിൽ 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് സെറ്റിങ്സിൽ ഗ്രാഫിക്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ 60 ഫ്രെയിം പെർ സെക്കൻഡ് ഒന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല ഗെയിം കളിക്കുമ്പോൾ ഒന്നും. ഏകദേശം 40 റേഞ്ചൊക്കെയാണ് മാക്സിമം വരുന്നത്. ഇനി ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി എന്നുള്ള അടുത്തൊരു ഹൈ എൻഡ് ഗെയിം, അതിൽ ബാറ്റിൽ റോയലെ മോഡിൽ കളിച്ചു. അതിൽ നമുക്ക് മീഡിയം ഗ്രാഫിക്സിൽ ഹൈ ഫ്രെയിം റേറ്റിൽ കളിക്കാൻ പറ്റും. അതായത് ഫ്രെയിം റേറ്റ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 40 ആ ഒരു റേഞ്ചൊക്കെയാണ്. വല്ലപ്പോഴും അതിലും കുറച്ച് കുറയുന്നുണ്ട് ഫ്രെയിം ഡ്രോപ്പ്. എന്നിരുന്നാൽ പോലും ഈ പ്രൈസ് റേഞ്ചൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഗെയിം കളിക്കുമ്പോൾ ഒന്ന് വാം ആകും എന്നല്ലാതെ ഒരു നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന, ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനത്തെ രീതിയിലുള്ള ഹീറ്റിംഗ് ഒന്നും ഒരിക്കലും ഇല്ല. അത്യാവശ്യം നല്ല കൂളായിട്ടുള്ളൊരു പ്രൊസസ്സർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രൊസസ്സറിനെ കുറിച്ച് അല്ലെങ്കിൽ പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിലെ മൂന്നാമത്തെ ഒരു പ്ലസ് പോയിന്റ് ആണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. ബാറ്ററി ലൈഫ് എന്ന് പറയുമ്പോൾ ഇതിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഈ 5000 mAh ബാറ്ററിക്കുള്ള നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഇത് തരുന്നുണ്ട്. അത് ഏകദേശം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻഷോട്ട് കാണാൻ സാധിക്കും. അതിൽ 2.5 ഡേയ്സ് ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചു. അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ ഒരു ബേസിക് യൂസേജ് മാത്രമാണ് ഇതിൽ കാണാൻ സാധിക്കുക. എന്നിരുന്നാൽ പോലും ഇതിലെ സ്ക്രീൻ ഓൺ ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ 7 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ 2.5 ഡേയ്സ് ഈ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം സിമ്മൊക്കെ ഇട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടൊക്കെയാണ് നെറ്റ് എടുത്തിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ 2.5 ഡേയ്സ് ഈ ഫോൺ ഉപയോഗിച്ചിട്ട് ഇതിൽ 7 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ
വളരെ നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ഫോണാണ് എന്ന് ഈ ഒരു എക്സാമ്പിൾ മാത്രം മതി. ഇത് മാത്രമല്ല, ഞാൻ ഈ ഫോൺ ഗെയിമിങ്ങിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഗെയിമിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എൻഡിങ് ടൈം ഏകദേശം 35 മിനിറ്റ് ഗെയിം കളിച്ചു. അതിൽ ബാറ്ററി കുറയുന്നത് നമ്മൾ നോക്കിയാൽ ഏകദേശം 93% ഉള്ള 83% ആയി. അപ്പോൾ നമ്മൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഹെവി ഗെയിം നമ്മൾ കളിക്കുകയാണെങ്കിലും തുടർച്ചയായിട്ട് കളിക്കുകയാണെങ്കിലും ഏകദേശം 6 hours മുകളിലായിട്ടുള്ള ഒരു ഗെയിം പ്ലേ സാധ്യമാകും എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാറ്ററിയെ കുറിച്ച് പറയുമ്പോൾ ചാർജിങ്ങും ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഇതിനോട് കൂടെ നമുക്ക് പറയാൻ സാധിക്കും. ചാർജിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ 10 വാട്ട് ചാർജർ വെച്ച് ചാർജ് ചെയ്തു. ഏകദേശം 20% റേഞ്ച് തൊട്ട് 100% വരെ ആകാൻ നമുക്ക് 2 മണിക്കൂറും 15 മിനിറ്റും ടൈം എടുത്തത്. വളരെ നല്ല കാര്യമാണ്. ഈ ഒരു 10 വാട്ട് ചാർജർ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ ചാർജ് കയറുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പ്രധാനമായിട്ടും നമുക്കറിയാം നാർസോ 20 എന്നുള്ള ഫോണിൽ നമുക്ക് ഏകദേശം 3 മണിക്കൂറിൽ കൂടുതൽ ടൈം എടുക്കുമായിരുന്നു അതിൻ്റെ 18 വാട്ട് ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചിട്ട് പോലും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു പ്ലസ് പോയിൻ്റാണ് ചാർജിങ് ടൈമിൽ ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓവറോൾ ബാറ്ററി ആൻഡ് ചാർജിങ് നമുക്ക് മൂന്നാമത്തെ പോയിൻ്റായിട്ട് എടുക്കാം, പ്ലസ് പോയിൻ്റായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നാലാമതായിട്ട് ഞാൻ ഇതിൻ്റെ പ്ലസ് പോയിൻ്റായിട്ട് കാണുന്നത് ഇതിൻ്റെ ഒരു പ്രീമിയം ഫീലാണ്. നമ്മൾ കൈ പിടിക്കുമ്പോൾ ഒരു പ്രീമിയം ഫീൽ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ഇതിന് കാരണമാവുന്നത് ഇതിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക്കാണ് വരുന്നത്. പക്ഷേ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫീൽ എന്ന് പറയുന്നത് ഒരു റബ്ബറിഷ് ഫീലാണ്. അതായത് ഒരു സോഫ്റ്റ് പ്ലാസ്റ്റിക്കാണ്. അത് നമ്മൾ കൈ പിടിക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ ചെറുതായിട്ട് കർവിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ഫോണാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് കൈ പിടിക്കുമ്പോൾ അത് അത്ര ഫീൽ ചെയ്യില്ല. നല്ലൊരു പ്രീമിയം ഫീൽ ചെയ്യുന്നുണ്ട്. അതും നല്ലൊരു പ്ലസ് പോയിൻ്റായിട്ട് പറയാൻ സാധിക്കും. ഇനി അഞ്ചാമത്തെ ഒരു പ്ലസ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് യൂസബിൾ ആയിട്ടുള്ള ഹാർഡ്വെയർസ് കൂടുതലുണ്ട് എന്നുള്ളതാണ്. അതായത് സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക്, അതുപോലെ തന്നെ നമുക്ക് IR ബ്ലാസ്റ്റർ സെൻസർ, ഇത് രണ്ടും യൂസബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതും നമുക്ക് ഇതിൻ്റെ പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ സാധിക്കും. അതായത് നമുക്ക് സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് നോയ്സി ഏരിയകളിൽ കോൾ ചെയ്യുമ്പോൾ നോയ്സൊക്കെ കുറച്ചിട്ട് അപ്പുറത്തുള്ള വ്യക്തിക്ക് കേൾക്കാൻ സഹായിക്കുന്നൊരു വലിയ നല്ലൊരു കാര്യമാണ്. പിന്നെ നമുക്ക് IR ബ്ലാസ്റ്റർ സെൻസർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളുടെ ഫോൺ ഒരു റിമോട്ടായിട്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും നമുക്ക് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ പോക്കോ M2 എന്നുള്ള ഫോണിൻ്റെ പ്രശ്നമായിട്ട് ഞാൻ കണ്ട, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ കണ്ട കാര്യങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയെ കുറിച്ചാണ് പറയാനുള്ളത്. ക്യാമറ എന്ന് പറയുമ്പോൾ ബാക്കിലെ ക്യാമറ, മെയിൻ ക്യാമറ ആയാലും ഫ്രണ്ടിലെ ക്യാമറ ആയാലും അത്രത്തോളം നല്ല രീതിയിൽ ഒരു പെർഫോം ചെയ്യുന്നൊരു ക്യാമറ അല്ല. തീർച്ചയായിട്ടും ഈ ഒരു ഏരിയയിൽ ഷവോമിക്ക് അല്ലെങ്കിൽ പോക്കോക്ക് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഇതിൻ്റെ കോമ്പറ്റീഷനായിട്ട് വരുന്ന റിയൽമി നാർസോ 20 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റിയൽമി നാർസോ 20 ഒരു പടി മുന്നിൽ നിൽക്കും ഈ ഒരു കാര്യത്തിൽ. അതായത് നമ്മൾ ഓൾറെഡി ക്യാമറ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഫോണും തമ്മിൽ. അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ബാക്കിലെ മെയിൻ ക്യാമറ ആയാലും ഫ്രണ്ടിലെ ക്യാമറ ആയാലും നാർസോ 20 ആണ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിൽ അവൈലബിൾ അല്ല. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടും ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടും അവൈലബിൾ അല്ല. തീർച്ചയായിട്ടും G80 എന്നുള്ള ഇതിൻ്റെ പ്രൊസസ്സർ ക്യാപ്പബിൾ ആണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തുകൊണ്ടോ അതും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നമായിട്ട് നമുക്കിത് പറയാൻ സാധിക്കും. പിന്നെ ഇതിലെ രണ്ടാമത്തെ ഒരു പ്രശ്നമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഏകദേശം 11,000 റേഞ്ചിലുള്ള ഒരു ഫോണാണ്. പക്ഷേ ബോക്സിൽ നമുക്ക് ബാക്ക് കവർ കാണാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് തന്നെ പറയണം. പ്രധാനമായിട്ടും നമ്മൾ ഒരു പുതിയ ഫോൺ വാങ്ങിയിട്ട് നമ്മളൊരു ബാക്ക് കവർ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഓൺലൈനിൽ നിന്ന് ഒന്നുകിൽ ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ അടുത്തുള്ള ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ തിരക്കും. മിക്കവാറും അടുത്തുള്ള ഷോപ്പിലൊന്നും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് കറക്റ്റ് ഫിറ്റ് ആവുന്നത്. അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്ന് വരുന്നത് നമുക്ക് എത്രത്തോളം വിശ്വാസ്യത ഉണ്ട് എന്നും അത് എത്രത്തോളം ഫിറ്റ് ആണെന്നൊന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും കൂടെ ബാക്ക് കവർ വരുന്നത് വളരെ ഉപകാരമുള്ള കാര്യമാണ്. ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചൊക്കെ വരുമ്പോൾ നമുക്ക് ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് കാര്യത്തിൽ ഷവോമി ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പോക്കോ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിലും കൂടി ഷവോമിക്ക് ശ്രദ്ധിക്കായിരുന്നു. തീർച്ചയായിട്ടും ബാക്ക് കവർ കൊടുക്കായിരുന്നു എന്നുള്ളൊരു രണ്ടാമത്തെ ഒരു പോരായ്മ നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമ്മൾ മൂന്നാമത്തെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതൊരു കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോരായ്മ തന്നെയാണ്. അതായത് നമുക്കറിയാം പോക്കോ M2 6GB RAM വേരിയൻറ്റിൽ മാത്രമാണ് അവൈലബിൾ ഉള്ളത്. പക്ഷേ നമുക്കറിയാം പോക്കോ എന്ന് പറയുന്ന കമ്പനിയുടെ മെയിൻ കമ്പനി ഷവോമി, അതിൻ്റെ അണ്ടറിൽ വരുന്ന മറ്റൊരു സബ് ബ്രാൻഡാണ് റെഡ്മി എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഇതിൻ്റെ 4GB വേരിയൻറ്റ് ആ ഒരു സബ് ബ്രാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് റെഡ്മി 9 പ്രൈം എന്ന് പറയുന്നത്. റെഡ്മി 9 പ്രൈം എന്ന് പറയുന്ന ഫോണ് എക്സാക്റ്റ് പോക്കോ M2 തന്നെയാണ്. പക്ഷേ അതിന് 4GB RAM വേരിയൻറ്റ് മാത്രമാണ് വരുന്നത്.
അത് മാത്രമല്ല അതിനോട് കൂടെ ബാക്ക് കവറും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ബാക്ക് കവർ ഇല്ലെങ്കിലും പിന്നെ പ്രൈസും അതിൽ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൈസും അതേപോലെ തന്നെ 4GB 6GB അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാം 4GB റാം തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ ധാരാളമാണ്. 6GB റാമിൻ്റെ ഒന്നും ആവശ്യമില്ല. റാം ഒരു പരിധി വരെ വേണം, പക്ഷെ അത് കഴിഞ്ഞാൽ റാം ഒരുപാട് കൂടി എന്ന് വിചാരിച്ച് വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ അത് വെച്ച് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 4GB റാം മതി അത്യാവശ്യം ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പോക്കോ M2ൻ്റെ വലിയൊരു പോരായ്മ റെഡ്മി 9 പ്രൈം ഇപ്പുറത്തുണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കും. അപ്പോൾ ഇത്രയും 3 പോരായ്മയാണ് ഞാൻ ഈ പോക്കോ M2 എന്നുള്ള ഫോണിന് കാണുന്നത്. ഇനി നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ കോളിംഗ് ഞാൻ ടെസ്റ്റ് ചെയ്തു. ഞാൻ ഈ 10 ദിവസം വല്ലപ്പോഴൊക്കെ കോൾ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് വോൾട്ടി കോളിംഗ്, അതുപോലെ തന്നെ വീഡിയോ കോളിംഗ്, അതുപോലെ തന്നെ വൈഫൈ കോളിംഗ് ഒക്കെയാണ് ചെയ്ത്. ഇതിലൊന്നും ഇഷ്യൂ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ, അതുപോലെ തന്നെ ഫേസ് അൺലോക്കിംഗ് ഇതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്നും വലിയ പരാതികളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അടുത്തൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സ്പീക്കർ ക്വാളിറ്റി, അതുപോലെ തന്നെ ഇയർഫോൺ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നാർസോ 20 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് പോക്കോ M2 കാണിക്കുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവറോൾ എല്ലാ കാര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൺക്ലൂഷനായിട്ട് പറയുമ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള മെച്ചങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഫുൾ HD+ റെസൊല്യൂഷനിലെ ഡിസ്പ്ലേ, അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു ബാറ്ററി ബാക്കപ്പ്, നല്ലൊരു ചാർജിങ് സ്പീഡ്, അതുമാത്രമല്ല നല്ലൊരു പ്രീമിയം ഫീൽ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, IR ബ്ലാസ്റ്റർ സെൻസർ, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ പ്രോസ് ആയിട്ട് പറയാൻ സാധിക്കും. ഇനി ഇതിൻ്റെ കോൺസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പോരായ്മയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് ഇതിൻ്റെ ക്യാമറ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ കൂടെ ബാക്ക് കവർ കൊടുക്കായിരുന്നു. പിന്നെ റെഡ്മി 9 പ്രൈം എന്നുള്ള ഫോൺ അപ്പുറത്തുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പോക്കോ M2 എന്നുള്ള ഫോൺ എടുക്കാൻ വിചാരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത ഒന്നാമതായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഫോണാണ് റെഡ്മി 9 പ്രൈം എന്ന് പറയുന്ന ഇതേ സെയിം ഫോൺ അപ്പുറത്തുണ്ട് എന്നുള്ള കാര്യം അത് നിങ്ങൾ കൺസിഡർ ചെയ്യണം. പിന്നെ ഇത് ഞാൻ പറയുമ്പോൾ പോക്കോ M2 ഓൾറെഡി എടുത്തവർ ടെൻഷൻ ആകണ്ട. കാരണം ബിഗ് ബില്യൺ ഡേയിൽ പോക്കോ M2 ആയിരുന്നു നല്ല രീതിയിൽ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ പോക്കോ M2 റെഡ്മി 9 പ്രൈം ഓൾമോസ്റ്റ് സെയിം പ്രൈസൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. നോർമൽ പ്രൈസിങ് വെച്ച് നോക്കുവാണെങ്കിൽ പോക്കോ M2 എടുക്കുന്നവർ തീർച്ചയായിട്ടും റെഡ്മി 9 പ്രൈം കൺസിഡർ ചെയ്യണം. അതുമാത്രമല്ല റിയൽമി നാർസോ 20 എന്നുള്ള ഫോണും കൺസിഡർ ചെയ്യണം. ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അൻസിസ് ഫീസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. Thanks for watching this video.